ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അച്ഛൻ സംഗീത നിശ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ സാറയും കൂടെ കൂടി. ധാരാളം ആളുകൾ കേൾവിക്കാരായി എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ലോകപ്രശസ്തരായ ആളുകളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കേട്ട് ആസ്വദിക്കുവാനായി ആളുകളുടെ ഇടയിൽ അച്ഛൻ്റെ അടുത്ത് സാറയും ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ ഒരു അനൗൺസ്മെന്റ്: നിങ്ങൾ ഏവരും കാത്തിരുന്ന, ലോകം മുഴുവൻ ആരാധനയോടെ കാണുന്ന പ്രിയപ്പെട്ട വയലിനിസ്റ്റിന്റെ പ്രകടനം ഇതാ ആരംഭിക്കാൻ പോകുന്നു. മിന്നി വിളങ്ങുന്ന മനോഹരമായ ലൈറ്റുകൾക്കിടയിലൂടെ അദ്ദേഹം മനോഹരമായ നാദത്തിന്റെ അകമ്പടിയോടെ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ആളുകൾ മുഴുവൻ കയ്യടികൾ കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. മനസ്സിന് കുളിർമയേകുന്ന മാന്ത്രിക ശബ്ദം അദ്ദേഹത്തിന്റെ വയലിനിൽ നിന്ന് പുറപ്പെട്ടു. ആത്മാവിനെ തഴുകുന്നത് പോലെ അദ്ദേഹത്തിന്റെ സംഗീതം അവിടെ മുഴുവൻ അലയടിച്ചു. പെട്ടെന്ന് വയലിന്റെ ശബ്ദം നിലച്ചു. വലിയ TV സ്ക്രീനുകളിൽ നിന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ വയലിന്റെ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സംഗീത പ്രകടനം അവസാനിച്ചു എന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ണുകളടച്ച് വീണ്ടും തന്റെ വയലിൻ വായന മനോഹരമായി തുടർന്നു. എല്ലാവരുടെയും ആദരവുകളോടെ അദ്ദേഹം അത് പൂർത്തീകരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ സാറമോൾ അപ്പനോട് ചോദിച്ചു, ഒരു സ്ട്രിങ് പൊട്ടിപ്പോയിട്ടും അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും വയലിൻ വായിച്ചത്? അപ്പൻ പറഞ്ഞു, എന്ത് നഷ്ടമായി എന്നല്ല, ഇനി എത്ര സ്ട്രിങ്സ് ബാക്കിയുണ്ട് എന്നതാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ജീവിതത്തിൽ നാമൊക്കെ പരിശീലിക്കേണ്ട വലിയ പാഠമാണത്. എന്ത് നഷ്ടമായി എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് നമുക്കുണ്ട് എന്നതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഹായി പട്ടണത്തിന് നേരെ യുദ്ധത്തിന് പോകുന്ന ഇസ്രായേലിനെ കാണാം. എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടേണ്ടി വന്ന അവർക്ക് 36 പേരുടെ ജീവനും നഷ്ടമായി. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് തെറ്റുകളെ തിരുത്തി വീണ്ടും യുദ്ധത്തിനായി പുറപ്പെട്ട ഇസ്രായേലിന് ഹായി പട്ടണത്തെ കീഴടക്കാനായി. ജീവിതത്തിൽ നഷ്ടങ്ങളും പാളിച്ചകളും പരാജയങ്ങളും ഒക്കെ വരിക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ നഷ്ടത്തിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യം കൈവരിക്കാനാകില്ല. ഒടിഞ്ഞു വീഴാറായ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ആത്മവിശ്വാസം ആ മരക്കൊമ്പിലുള്ള ആശ്രയമല്ല, മറിച്ച് സ്വന്തം ചിറകുകളിലുള്ള ബലമാണ്. എന്ത് നഷ്ടമായി എന്നതോ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതോ അല്ല നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് നമുക്ക് എന്തെല്ലാം കഴിവും ശക്തിയുമുണ്ട് എന്നതാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് നഷ്ടങ്ങളെ മറികടന്ന് വിജയത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സുഖവും മനശാന്തിയതും ഇഹലോകമോ തരികിലൊരു സുഖവും മനശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ